മലയോര അവകാശവേദി കർഷക യോഗം സംഘടിപ്പിച്ചു. രാജാക്കാട് മുല്ലക്കാടത്ത് നടന്ന യോഗം അവകാശവേദി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു ഉദ്ഘാടനം ചെയ്തു. 1822 രാജവിളംബര പ്രകാരം ഏലം കൃഷിക്കായി ഇടുക്കിയിലെത്തിയ കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ സത്യം തിരിച്ചറിഞ്ഞ് കൃഷിക്കാരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും 1897 രാജവിളംബര പ്രകാരം 15,719 ഏക്കർ സ്ഥലം മാത്രമാണ് വനഭൂമിയുള്ളതെന്നും ബാക്കിയുള്ള CHR പ്രദേശത്തിന് മൊത്തം അവകാശവാദം ഉന്നയിക്കുന്ന വനം വകുപ്പിന്റെ നിലപാട് തിരുത്തണമെന്നും 2023 വനസംരക്ഷണ ഭേദഗതി 4-ാം വകുപ്പ് പ്രകാരം 1980 വനസംരക്ഷണ നിയമത്തിൽ കൂട്ടിച്ചേർത്ത 1A വകുപ്പ് പ്രകാരമുള്ള വനനിർവചന പ്രകാരം 1996 ഡിസംബർ 12 മുമ്പ് രാജവിളംബര പ്രകാരവും 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിൻ്റെ 119-ാം വകുപ്പിൻ്റെ കൂട്ടിവായന പ്രകാരവും കർഷകർക്ക് അവകാശം സിദ്ധിച്ചിട്ടുള്ള കൃഷിഭൂമിയിൽ അവകാശം നിലനിർത്തിക്കൊണ്ട് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിക്കും സംസ്ഥാന എക്സ്പേർട്ട് കമ്മിറ്റിക്കും 2023 വനസംരക്ഷണ നിയമപ്രകാരം കർഷകർക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകാനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. CHR ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിൻ്റെ അകത്ത് കൃഷിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. 93 പട്ടയത്തിൻ്റെ അകത്ത് നമുക്ക് ചെറിയ തോതിലുള്ള കെട്ടിടങ്ങൾ പണിയാൻ അനുവദിച്ചിട്ടുണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് താഴെയാണ് അതിനുള്ള അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെറിയ കൈത്തൊഴിൽ ചെയ്യാൻ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. വലിയൊരു വ്യവസായം ചെയ്യാനുള്ള അനുവാദമില്ല. അങ്ങനെ ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 63 പട്ടയമുണ്ട്. നമ്മുടെ ഇടുക്കിയിൽ ചിലപ്പോൾ 4-5 പട്ടയങ്ങൾ ഇവിടെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പട്ടം കോളേജ് എന്ന ഭാഗത്ത് ഇത് ഏത് തരത്തിലും ഉപയോഗിക്കാവുന്ന പട്ടയങ്ങളുണ്ട് താനും. അവിടെ വ്യവസായങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അവിടെ നമുക്ക് നിർബാധം ഉപയോഗിക്കാവുന്ന സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഈ ജന്മം വഴി പട്ടയം ലഭിച്ചിട്ടുള്ള തൊടുപുഴ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല. അവിടെ ഇടുക്കി ഉമ്മൻചോല താലൂക്കിലും ദേവകുളം താലൂക്കിലൊക്കെയുള്ള ഭൂരിപക്ഷം പട്ടയവും ഭൂമിയും ലാൻഡ് അസൈൻമെന്റ് പട്ടയം കിട്ടിയതാണ്. 64 പട്ടയം. എന്നാൽ 64 പട്ടയം ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ CB കൊച്ചുവള്ളാട്ട്, കൺവീനർമാരായ ജെയിംസ് തെങ്ങുംകുടി, ജോബി പടിഞ്ഞാറേക്കുറ്റ് എന്നിവർ പ്രസംഗിച്ചു. തങ്കച്ചൻ വെട്ടുകല്ലേൽ ചെയർമാനായും ബേബി ചക്കാങ്കൽ കൺവീനറായും ജോയി കാരക്കാട്ടിൽ ട്രഷററായും മുല്ലക്കാനം മേഖലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.